ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഹോട്ടലിൽ നിന്നും കിട്ടുന്ന അതേ ടൈപ്പിലുള്ള കുഴിമന്തി നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് സ്കിന്നോട് കൂടിയ ചിക്കൻ ഒന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ വരും ഇത്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനു വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല കളർ കിട്ടാൻ വേണ്ടിയും അതുപോലെ നമുക്ക് കുറച്ച് സ്പൈസി ആണല്ലോ ഇഷ്ടം, അതിനു വേണ്ടിയിട്ടുമാണ് ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്ത് കളർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മന്തി മസാലയാണ്, 3 ടീസ്പൂൺ. ഇപ്പോൾ മന്തി മസാല എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലഭ്യമാണ്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യണം. ഈ മസാലകളൊക്കെ ഈ ചിക്കൻ്റെ മുകളിലായി നന്നായി പുരണ്ടിരിക്കണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിക്കുന്നതിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 5 ഏലക്ക, 5 ഗ്രാമ്പു, അതുപോലെ ഒരു 3-4 പീസ് ചെറിയ പട്ട എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. നമ്മളിവിടെ റൈസ് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് അത്യാവശ്യം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കണ്ട് അതിനനുസരിച്ച് ഉപ്പും ഇട്ട് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സെല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് സെല്ലാ റൈസാണ്. ഇത് നന്നായി കഴുകി 3-4 പ്രാവശ്യം കഴുകി വെള്ളം വാർത്തെടുത്തതാണ്. അപ്പോൾ നമുക്കിനി റൈസ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഡയറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10-12 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ 1 കിലോ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പറയാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട്, ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഈ റൈസ് ഊറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സെല്ലാ റൈസിന് പകരം ബസ്മതി റൈസ് ഉപയോഗിച്ചാലും മതി. ഇപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പ്രഷർ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പട്ട, ഒരു 8 ഏലക്ക, 8 ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്തെടുത്തൊരു സവാള ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നടുകെ കീറൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം.
ഇതിപ്പോൾ നമുക്ക് സ്പൈസി ടേസ്റ്റ് ആണല്ലോ ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ സ്പൈസി ടേസ്റ്റ് വേണ്ട, അറബിക് ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റേജ് ഒഴിവാക്കാം. ഡയറക്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കുക്ക് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ചിക്കൻ മാഗി ക്യൂബാണിത്, ഇത് 2 ഇട്ട് കൊടുക്കാം. ഈ മാഗി ക്യൂബൊക്കെ ഒന്ന് മെൽറ്റായി വരണം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഞാനിവിടെ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇനി ഇതിലേക്ക് 250 ml സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂണാണ് നേരത്തെ സവാള വഴറ്റാൻ വേണ്ടി എടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കിലോ ചിക്കന് 250 ml എന്ന കണക്കിലാണ് സൺഫ്ലവർ ഓയിൽ എടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിൽ നിന്ന് ലെമൺ മാറ്റി വെക്കാം. ഈ റൈസ് ഇട്ടതിന് ശേഷം ലെമൺ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ ചിക്കനും മാറ്റി മാറ്റി വെക്കണം. ഒരു ചിക്കൻ്റെ മുകളിൽ വേറൊരു ചിക്കൻ വെക്കരുത്, അങ്ങനെ ആകുമ്പോൾ ചിക്കൻ കുക്കായി കിട്ടുകയില്ല. ഇനിയിപ്പോൾ ഒരു കുക്കറിൽ ചിക്കൻ വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു കുക്കർ എടുത്തിട്ട് അതിലും ഇതുപോലെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ 250 ml സൺഫ്ലവറിൽ ഒഴിക്കണ്ട, അതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 കുക്കറിലായിട്ട് തന്നെയാണ് ചിക്കൻ ദം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇത്ര ഇട്ടാൽ മതി. ഇനി ഒരു ഗ്യാപ്പ് കിട്ടണം, കാരണം നമുക്കിനി ചാർക്കോൾ കത്തിച്ച് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ലെമൺ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ റൈസിന് ഒരു മഞ്ഞ കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട് ഞാനിത്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുക പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെക്കണം. പെട്ടെന്ന് അടച്ച് വെക്കണം, പുക പോകുന്നതിന് മുമ്പ് തന്നെ. ഒന്ന് അമർത്തി കൊടുത്താൽ മതി പാത്രം അടിയിലേക്ക്. ഇനി ഇതൊരു വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുവരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലെ ആവിയെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഈ ചാർക്കോൾ ഇതിന്ന് മാറ്റാം. ചാർക്കോളിന് പകരം ചിരട്ട കത്തിച്ചതോ കണലൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി റൈസും എല്ലാം ഒന്ന് മിക്സായി വരണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ റൈസെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുത്ത പോലെ ആയി വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, ഓവർ കുക്കായിട്ടില്ല, കറക്റ്റ് വേവാണ്. ഇപ്പോൾ റൈസും ഒരു പാത്രത്തിലേക്ക് മാറ്റി, ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഞാനിടുന്ന റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ നിങ്ങളിൽ എത്താൻ വേണ്ടിയാണിത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.